പ്രിയമുള്ള വിനോദസഞ്ചാരികളെ, നമ്മളിപ്പോൾ ആയിരിക്കുക ചാവക്കാട് കടപ്പുറത്താണ്. ചാവക്കാട് ബീച്ചിൻ്റെ വിവിധ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. കടപ്പുറം വളരെ മനോഹരമായി അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഒരുപാട് ചെറിയ ചെറിയ റിസോർട്ടുകൾ ഇവിടെയുണ്ട്. ഒരുപാട് ആളുകൾ, ടൂറിസ്റ്റുകൾ ഇവിടെ വന്ന് ഈ മനോഹര ദൃശ്യങ്ങൾ ആസ്വദിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗങ്ങളാണ് കാണുന്നത്. ആറത്തലച്ചുവര് വരുന്ന ആ തിരമാലകൾക്ക് ഉള്ളിലൂടെ അവരൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ആളുകൾ വെള്ളത്തിൽ കളിച്ചും ചില ആളുകൾ വെള്ളത്തിൽ നനയാതെയുമൊക്കെ കാണുന്നുണ്ട്. ഇതാ മനോഹരമായിട്ടുള്ള ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് അങ്ങ് അകലെ കാണുന്നത്. അത് ഇപ്പോൾ തുടങ്ങിയിട്ട് ഏകദേശം 1 കൊല്ലമായി. ഒരുപാട് ടൂറിസ്റ്റുകൾ ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലും കയറുന്നുണ്ട്. BBC എന്ന ആ കമ്പനിയാണ് ഇത് നടത്തുന്നത്. സമുദ്രത്തിൻ്റെ തീരത്ത് നിന്ന് 100 മീറ്റർ അകലേക്ക്, ഉള്ളിലേക്ക്, സമുദ്രത്തിലേക്ക് ഒരു പാലം ഇട്ടിരിക്കുകയാണ്. നമുക്ക് ആ 100 മീറ്റർ യാത്ര ചെയ്താൽ അതിൻ്റെ അറ്റത്തെത്താം. തിരമാലകൾക്ക് അനുസരിച്ച് പൊങ്ങിയും താന്നും ഈ ബ്രിഡ്ജ് അവിടെ നിലനിൽക്കുന്നുണ്ട്. ഒരുപാട് ടൂറിസ്റ്റുകൾ അവിടെ ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലും ആസ്വദിക്കുന്നുണ്ട്. മനോഹരമായ ദൃശ്യങ്ങളാണ്. ഒരു സുന്ദരമായ ഒരു സായം സന്ധ്യയിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. ഇതാ ഒരുപാട് ആളുകൾ ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറാനായി തയ്യാറെടുത്ത് നിൽക്കുന്നുണ്ട്. BBC ടൂറിസമാണ് ഇത് നടത്തുന്നത്. ഒരാൾക്ക് ഇതുപോലത്തെയുള്ള ക്യൂബുകളാണ് ആ ബ്രിഡ്ജിന് ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് ക്യൂബുകൾ കണക്ട് ചെയ്തിട്ടാണ് സമുദ്രതീരത്ത് നിന്ന് 100 മീറ്റർ. പിന്നെ ഇവിടെ ഹോഴ്സ് റൈഡിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ബോട്ടിംഗ് ഉണ്ട്. ബോട്ടിങ്ങിൻ്റെ ഇതെന്തോ ചെറിയ തകരാറ് സംഭവിച്ച് അവർ കയറ്റിയിട്ടിരിക്കുകയാണ്. അതിൽ ഡീസൽ നിറയ്ക്കാനും അതുപോലെ തന്നെ ഉള്ള കാര്യം അതും BBC ടൂറിസം തന്നെയാണ് നടത്തുന്നത്. ഞങ്ങളിവിടെ ഒരു സായം സന്ധ്യയിലെത്തി. ഇതാണ് തിരമാലകൾക്ക് മുകളിലൂടെ അതങ്ങനെ പോയിരിക്കുകയാണ്. നമുക്ക് വളരെയേറെ കണ്ണിനും മനസ്സിനുമൊക്കെ ആനന്ദം പകരുന്ന ഒരു കാഴ്ചയാണിത്. തീരത്തിൻ്റെ ആ തിരയ്ക്ക് മുകളിലൂടെ ബ്രിഡ്ജ് ഇങ്ങനെ നിൽക്കുകയാണ്. അതിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. സേഫ്റ്റിക്ക് വേണ്ടി ചുറ്റുഭാഗവും പ്ലാസ്റ്റിക്കിൻ്റെ കൊണ്ട് വേലി കെട്ടിയിട്ടുണ്ട്. അതിനുള്ളിലേക്ക് പോകണമെങ്കിൽ ഈ സേഫ്റ്റി ജാക്കറ്റ് ധരിക്കണം. 120 രൂപയാണ് ഒരാൾക്ക് അതിന് പോയി തിരിച്ചു വരാനുള്ള ചാർജ്. അവിടെ പോയി നമുക്ക് കുറേ ദൃശ്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. ബോട്ടിങ് ഉണ്ട്, അത് 300 രൂപയാണ് ചാർജ്. ഇത് രണ്ടും കൂടി എടുക്കുമ്പോൾ നമുക്ക് 400 രൂപയ്ക്ക് നമുക്ക് പോകാൻ സാധിക്കും. ഒരുപാട് ആളുകൾ ഇവിടെ, വിനോദസഞ്ചാരികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റേ വിവിധ കുട്ടികൾക്കുള്ള ചിൽഡ്രൻസ് പാർക്ക് അപ്പുറത്തുണ്ട്. പിന്നെ അതുപോലെ തന്നെ വാനിലേക്ക് ഒരുപാട് പട്ടങ്ങൾ പറത്തുന്നത് ഇവിടുത്തെ ഒരു കൗതുക കാഴ്ചയാണ്. ഒരുപാട് ഇത് നമ്മളുടെ ഇതിലേക്ക് പോകുന്ന ലൈഫ് ജാക്കറ്റുകളാണ്. ഈ ജാക്കറ്റ് ധരിച്ചതിന് ശേഷം മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനമുള്ളൂ. അത് എത്ര ചെറിയ കുട്ടിയാണെങ്കിലും എത്ര വലിയ ആളാണെങ്കിലും ഈ ലൈഫ് ജാക്കറ്റ് ധരിക്കാത്തവരെ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുകയില്ല. ഇതൊക്കെ ഈ വണ്ടികളൊക്കെ ഇവിടേക്ക് വന്നുള്ള ടൂറിസ്റ്റുകളുടെ വാഹനങ്ങളാണ്. 120 രൂപയാണ് ഇതിൻ്റെ ചാർജ്, ടിക്കറ്റ് നിരക്ക്. അതവിടെ ഇത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഈ തീരത്തുകൂടെയും അതുപോലെ തന്നെ സമുദ്ര ജലത്തിലൂടെയൊക്കെ നടക്കുന്ന ഒരു കാഴ്ച, മനോഹരമായ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കുഞ്ഞു കുട്ടികൾ ഈ മണ്ണ് വാരി അവിടെ കളിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാം. തിര വരുമ്പോൾ അവർ മുകളിലേക്ക് കയറുന്നതും മനോഹരമായ പട്ടങ്ങൾ അവിടെ പറത്തുന്നുണ്ട്. അവിടെ വിൽപ്പനയും ഒക്കെ അവിടെ തകൃതിയായി നടക്കുന്നുണ്ട്. കുഞ്ഞുകുട്ടി മണ്ണ് വാരി കളിക്കുന്ന ദൃശ്യമാണ്. വെള്ളത്തിലേക്ക് എറിയുന്നു, തിര വരുന്നു, കുട്ടികളെല്ലാം ആർത്ത് കളിക്കുന്നു. നമ്മളുടെ മനസ്സിനൊക്കെ വളരെയേറെ
ഇതാണ് പട്ടങ്ങൾ. അവിടെ വാനിൽ ഉയർന്ന് പറക്കുന്ന പട്ടങ്ങൾ, അതിൻ്റെ വിൽപ്പനയൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിനോദസഞ്ചാരികൾക്ക് വേണ്ടി ഉപ്പിലിട്ടത്, പലതരത്തിലുള്ള ഉപ്പിലിട്ടതുണ്ട്, കപ്പലണ്ടിയുണ്ട്, ഐസ്ക്രീമുകളുണ്ട്. അങ്ങനെ അവരുടെ നാവിന് രസമൂതുന്ന രീതിയിൽ എന്ത് വേണമെങ്കിലുണ്ട്. കണ്ണിനും മനസ്സിനും നാവിനും ഒക്കെ രുചിയേറുന്ന ഒരുപാട് വിഭവങ്ങൾ ഇവിടെയുണ്ട്. താല്പര്യമുള്ളവർക്ക് നമുക്ക് ഈ ഹോഴ്സിൻ്റെ മുകളിൽ കുതിരപ്പുറത്ത് സവാരി ചെയ്യാം. അങ്ങനെ ഞങ്ങളുടെ യാത്ര മുന്നോട്ട് പോകുകയാണ്. ഇന്ന് ഞങ്ങൾ പോയത് ഞായറാഴ്ചയായിരുന്നു. അന്ന് ഈ വഞ്ചികളൊന്നും നീറ്റിലിറക്കില്ല എന്നാണ് അവർ പറഞ്ഞത്. അതൊക്കെ കയറ്റിയിട്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇന്ന് മീൻപിടുത്തം അവധിയാണ്. എന്നാലും നമുക്ക് അപ്പുറത്ത് മാർക്കറ്റിൽ മീനുകൾ ലഭ്യമാണ്. ചേറ്റുവ ഹാർബറിൽ മീനുണ്ടായിരിക്കും. അവിടെ നിന്ന് കൊണ്ടുവരുന്ന മീനുകൾ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. ഇത് സന്ധ്യയോടടുത്ത സമയമായി. സൂര്യൻ ഇങ്ങനെ മെല്ലെ കടലിലേക്ക് താഴാനുള്ള ഒരു ശ്രമമൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ കാണുന്നത് നമ്മളുടെ വഞ്ചികളൊക്കെ തീരെ തണിഞ്ഞു നിൽക്കുന്ന ഒരു ഭാഗമാണ്. ഒരുപാട് വഞ്ചികൾ അവിടെ കയറ്റിയിട്ടിട്ടുണ്ട്. വീണ്ടും പട്ടവും അതുപോലെ തന്നെ കുട്ടികൾ കളിക്കാനുള്ള ഒരുപാട് ചെറിയ ചെറിയ കളിക്കോപ്പുകളൊക്കെ ഇവിടെ വളരെ സുലഭമാണ്. ഐസ്ക്രീം ടെൻറ്റുകളുണ്ട്, മനസ്സിനെ തണുപ്പിക്കാനും ഒക്കെ. ഇത് മീൻ നമുക്ക് വേണമെങ്കിൽ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള മീനും വാങ്ങിക്കാവുന്നതാണ്.